ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुन् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखां विदांश्च। हे कृष्णा करुणा सिंधु दीनबंधु जगत्पते गोपेशा गोपिका कांदा राधा कांदा नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पंगुं लंघयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം നമ്മൾ പഠിച്ചു വരുന്നു. പ്രഥമസ്കന്ധം അധ്യായം 8 കുന്തി സ്തുതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കുന്തി സ്തുതി ശ്ലോകം 35 കൂടെ നമ്മൾ നോക്കിയായിരുന്നു അല്ലേ? 36 മുതലാണ് തോന്നുന്നു എന്ന് പറയൂ. 36 മുതൽ നമ്മൾ നോക്കണം. ഓക്കെ, 35-ാമത്തെ ശ്ലോകത്തിൽ കുന്തി മഹാറാണി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നു. എന്താണ് പറയുന്നത്? ഭഗവാന്റെ അവതാരത്തിൻ്റെ ശരിയായിട്ടുള്ള കാരണം എന്താണ് എന്നുള്ളത്. ഒരുപാട് കാരണങ്ങൾ കുന്തി മഹാറാണി തന്നെ മുമ്പുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞു. അതിനുശേഷം പറയുന്നു ഈ 35-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? ശരിയായിട്ടുള്ള കാരണം ഭഗവാന്റെ അവതാരത്തിന് എന്തൊക്കെയാണ് കാരണം പറയുന്നത്? ആരൊക്കെ ഓർമ്മയുണ്ട്? ഹരേ കൃഷ്ണ. 6 കാരണങ്ങൾ പറയുന്നുണ്ട്. ധർമാത്മാക്കളായ രാജാക്കന്മാരുടെ കീർത്തിയെ പ്രചരിപ്പിക്കാൻ ഒരു ഇത്. രണ്ടാമത് യദുവംശത്തിന്റെ കീർത്തിയെ പ്രചരിപ്പിക്കാൻ യാദവനായി ജനിച്ചു എന്ന്. ദേവകി വസുദേവന്മാരുടെ പ്രാർത്ഥന സ്വീകരിച്ചാണ് അവതരിച്ചതെന്ന് ചിലർ പറയുന്നു. ഭക്തന്മാരുടെ ക്ഷേമത്തിനായി
അവതരിച്ചു എന്ന് ചിലർ പറയുന്നു. അസുര നിഗ്രഹത്തിനായി അവതരിച്ചതായി പറയുന്നു. ഭൂമിയുടെ ഭാരം കുറയ്ക്കാൻ ബ്രഹ്മാവ് പ്രാർത്ഥിച്ചത് കൊണ്ട് അവതരിച്ചതായി പറയുന്നു. ഇതാണ് 32 മുതൽ 34 ശ്ലോകങ്ങളിൽ വരുന്ന കാരണം. ഈ പറഞ്ഞ 6 കാരണങ്ങൾ. 7ാമത്തെ കാരണം 35ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, 32 ഇപ്പം മധുജി പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. 32ാമത്തെ ഒരു മിനിറ്റ് സ്റ്റക്ക്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ. ഓക്കെ, പല അഭിപ്രായങ്ങൾ പറയുന്നു. 6 കാരണങ്ങൾ പറയുന്നു. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ പുണ്യ ശ്ലോകസ്യ കീർത്തയെ, ഈ പുണ്യം ചെയ്തിട്ടുള്ള രാജാക്കന്മാർ, അതായത് നമ്മുടെ യുധിഷ്ഠിര മഹാരാജാവിനെ പോലുള്ളവരെ അവരെ സ്തുതിക്കുന്നതിന് വേണ്ടി. 2ാമത്തെ കാരണം മാതാജി പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഒരുപാട് സന്തോഷം തോന്നി, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. 2ാമത്തെ കാരണം പറയുന്നു യദുവംശത്തിലെ, അത് യദോ പ്രിയ സ്യാന, എന്താ പറയുന്നത് 32ാമത്തെ ശ്ലോകത്തില് നോക്കൂ, പുസ്തകമുള്ളവർ നോക്കൂ. ഹരേ കൃഷ്ണ. കേജിദ്വാഹുരജം ജാതം പുണ്യശ്ലോകസ്യ കീർത്തയെ യദോ പ്രിയസ്യാൻ മലയസേവ ചന്ദനം. അതന്നെ. അപ്പോൾ 2 കാരണങ്ങളാണ് 32ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. പുണ്യശ്ലോകസ്യ കീർത്തയെ, യുധിഷ്ഠിര മഹാരാജാവിനെ പോലെ വളരെ പുണ്യാത്മാക്കളായിട്ടുള്ള യുധിഷ്ഠിര മഹാരാജനെ പോലുള്ളവരെ സ്തുതിക്കുന്നതിന് വേണ്ടി. പിന്നെ യദുവംശത്തിലെ യദു രാജാവിനെ, അതാണ് പറയുന്നത് 2ാമത്തെ കാരണം, അവരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി. അതിനുശേഷം പിന്നീട് പറയുന്നു എന്താണ്, വസുദേവന്റെയും ദേവകി റാണിയുടെയും പ്രാർത്ഥന, അതിന് ഉത്തരമായിട്ട് ഭഗവാൻ അവതാരമെടുക്കുന്നു. 3 മൂന്നാമത്തെ കാരണമായ അപരേ വാസുദേവസ്യ ദേവക്യാം യാചിതോ, അതായത് വസുദേവരും ദേവകി റാണിയും മുമ്പുള്ള ജന്മങ്ങളിൽ ഒരുപാട് തപസ്യകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രാർത്ഥന ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഭഗവാനെ മകനായിട്ട് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ അത് 3ാമത്തെ കാരണമായിട്ട് പറയുന്നു. 4ാമത് പറയുന്നു അസ്യ ക്ഷേമായ, ലോകത്തിലെ ക്ഷേമം നൽകുന്നതിന് വേണ്ടി, എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടി അങ്ങ് അവതാരമെടുക്കുന്നു. പിന്നെ പറയുന്നു വദായ ച സുര ദ്വിഷാം, അതായത് അസുരന്മാരെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി. പിന്നീട് പറയുന്നു 34ാമത്തെ ശ്ലോകത്തിൽ ബ്രഹ്മാവിന്റെ പ്രാർത്ഥന, അല്ലെ? നമുക്കറിയാം ബ്രഹ്മാവും മറ്റുള്ള ദേവീദേവന്മാരൊക്കെ കൂടി ക്ഷീരസാഗരത്തിൽ പോയി ഭഗവാനോട് പ്രശ്നങ്ങൾ പറയുന്നു, അല്ലെ? അങ്ങ് അവതാരം എടുക്കണം, അങ്ങ് ഇവിടെ അവതാരം എടുക്കാതെ ശരിയാവില്ല എന്ന് പറഞ്ഞ് അവിടെ പോയി റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ബ്രഹ്മാവിന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഭഗവാൻ അവതാരമെടുക്കുന്നു. അപ്പൊ ഇങ്ങനെ 6 കാരണങ്ങൾ പറയുന്നു. അതിനുശേഷം 35ാമത്തെ ശ്ലോകത്തിൽ കുന്തി മഹാറാണി പറയുന്നു, ഓക്കെ, ഇതെല്ലാം കാരണങ്ങൾ തന്നെ, പക്ഷേ ശരിയായിട്ടുള്ള കാരണം എന്താണ് എന്നുള്ളത്, ശരിയായിട്ടുള്ള കാരണം ഇതിനപ്പുറത്താണ്. ഈ 6 കാരണങ്ങൾ കഴിഞ്ഞ് പറയുന്നതാണ്. അതെന്താണെന്ന് പറയൂ. ബദ്ധാത്മാക്കൾക്ക് മുക്തി നൽകാനാണ്. ഓക്കെ, ബദ്ധാത്മാക്കൾക്ക് മുക്തി നൽകാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. പറഞ്ഞത് കറക്റ്റാണ്, ക്ലിശ്യമാനാനാം എന്ന് പറയുന്നുണ്ട്. അതായത് അതിൻ്റെ അർത്ഥം ഈ നമ്മളെ പോലുള്ള ബദ്ധാത്മാക്കൾക്ക് മുക്തി കൊടുക്കുന്നതിന് വേണ്ടി. പക്ഷെ അതെങ്ങനെയാണ്? അതിന്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ശ്രവണം, കീർത്തനം, തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതന്നെ, അതാണ് അർത്ഥം, അതാണ് കാരണങ്ങൾ ഈ ശ്ലോകത്തിൽ പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ഒന്ന്, ഋഷി മാതാജി പറഞ്ഞതുപോലെ എല്ലാ ബദ്ധാത്മാക്കളും അവരെ
അവരുടെ മുക്തിക്ക് വേണ്ടിയിട്ട്. ഇവിടെ പറയുന്നുണ്ട് എങ്ങനെ ഈ ഒരുപാട് കർമ്മബന്ധനങ്ങളിൽ പെട്ടുകിടക്കുന്ന, ഒരുപാട് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളുള്ള, അവിദ്യയിൽ മുങ്ങി നിൽക്കുന്ന നമ്മളെ പോലുള്ളവരെ അവർക്ക് മുക്തി കൊടുക്കാൻ വേണ്ടി. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ മാതാജി പറഞ്ഞ പോലെ ശ്രവണവും കീർത്തനവും സ്മരണവും ഒക്കെ ഭഗവാന്റെ ആരാധന അല്ലെങ്കിൽ ഭക്തിയുത സേവനങ്ങളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി, റിജുവിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി. റിജുവിനേഷൻ എന്ന് നമ്മൾ പറയില്ലോ. റിജുവിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിപോഷിപ്പിക്കുക. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതാരം എടുക്കുന്നത് എന്നാണ് കുന്തി മഹാറാണി പറയുന്നു. ഇതാണ് ശരിയായിട്ടുള്ള കാരണം. 35ാമത്തെ ശ്ലോകത്തിലെ കാരണങ്ങളാണ് കുന്തി മഹാറാണി പറയുന്നത്. അതായത് ശ്രവണം, കീർത്തനം, സ്മരണം, അർച്ചന, ഈ പറയുന്ന എല്ലാ നവവിധ ഭക്തിയിലൂടെ, നവവിധ ഭക്തി പരിശീലിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ബദ്ധാത്മാക്കൾക്ക് മുക്തി നേടാൻ സാധിക്കും. അതാണ് പറയുന്നത്. അപ്പോൾ ആ ഭക്തിയുത സേവനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഭഗവാൻ പറയുന്നു, അല്ലെങ്കിൽ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീണ്ടും, അതായത് ഭക്തിയുത സേവനങ്ങൾ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അദ്ദേഹം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവതാരം എടുക്കുന്നു. എന്നിട്ട് ഈ പ്രോസസ്സ് പറഞ്ഞു തരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഭഗവാനെ ഈ പറയുന്ന ബദ്ധാത്മാക്കൾക്കൊക്കെ മുക്തി നേടാനുള്ള ഒരു അവസരം ഭഗവാൻ കൊടുക്കുവാണ്. അപ്പോൾ ഇതാണ് കുന്തി മഹാറാണി പറയുന്ന ശരിയായിട്ടുള്ള കാരണം. മറ്റുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം 35ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ഓക്കെ, 36ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ശൃണ്വന്തി ഗായന്തി ഗൃണന്തി അഭിക്ഷണശ്ച സ്മരന്തി നന്ദന്തി തവേഹിതം ജന ത ഏവ പശ്യന്തി അചിരേണ താവകം ഭവാ പ്രവാഹോ പരമം പദാംബുജം. ശൃണ്വന്തി ഗായന്തി ഗൃണന്തി അഭിക്ഷണശ്ച സ്മരന്തി നന്ദന്തി തവേഹിതം ജനാ തയേവ പശ്യന്തി അചിരേണ താവകം ഭവാ പ്രവാഹോ പരമം പദാംബുജം. വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകം. വീണ്ടും അത് തന്നെയാണ് പറയുന്നത് ഇവിടെ. ശൃണ്വന്തി ഗായന്തി ഗൃണന്തി. ഓക്കെ, വായിച്ചോളൂ. ഹരേ കൃഷ്ണ. യെസ്, വായിക്കൂ. ആരെങ്കിലും ഒരാൾ വായിക്കൂ. ഹരേ കൃഷ്ണ. സ്മരന്തി നന്ദന്തി തവേഹിതം ജനാഃ തവേവ പശ്യന്ത അജിരേണ താവകം ഭവപ്രവാഹോ പരമം പദാംബുജം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മനോഹരമായിട്ടുള്ള ശ്ലോകം. വിവർത്തനം ഭാവാർത്ഥം. എസ് ഭക്തിവേദാന്ത ശ്രീല പ്രഭുപാദ് കി ജയ്. അല്ലയോ കൃഷ്ണ, ആരാണോ അങ്ങയുടെ സർവാതിശായിയായ ആത്മജ്ഞാനപരമായ അതീന്ദ്രിയ കർമ്മങ്ങളെ കുറിച്ച് നിരന്തരം ശ്രവിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ അപ്രകാരം പ്രവർത്തിക്കുന്നതിൽ ആനന്ദം അനുഭവിക്കുന്നത്, അവർക്ക് നിശ്ചയമായും ഈ ജനിമൃതി നിർഭരമായ ഇഹലോക ബന്ധത്തിൽ നിന്നും മോചനമേകാൻ ഏകപ്രാപ്തിയുള്ള അങ്ങയുടെ പാതാരവിന്ദങ്ങളെ ദർശിക്കാൻ കഴിയുന്നു. ഭാവാർത്ഥം. പരിമിതമായ നമ്മുടെ കാഴ്ചയ്ക്ക് പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ ദർശനീയനല്ല. ആകയാൽ ഭഗവാനെ ദർശിക്കാൻ പരമദിവ്യോത്തമ പുരുഷനോടുള്ള സ്വതസ്ഫൂർത്തമായ പ്രേമത്തെ പരിപൂർണമായി വികസിപ്പിച്ച് തികച്ചും വ്യത്യസ്തമായൊരു ജീവിതത്തിലൂടെ ഒരാളുടെ നിലവിലെ കാഴ്ചയ്ക്ക് പരിവർത്തനം നടത്തേണ്ടതായിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം ഭൂമുഖത്ത് പ്രത്യക്ഷനാകുന്നുവെങ്കിലും ഏവർക്കും ഭഗവാനെ പരമദിവ്യോത്തമ പുരുഷനായി ദർശിക്കുവാൻ സാധ്യമല്ല. രാവണൻ, ഹിരണ്യകശിപു, കംസൻ, ജരാസന്ധൻ, ശിശുപാലൻ തുടങ്ങിയ ഭൗതികവാദികൾ ഭൗതിക തലത്തിലെ ഉന്നത വ്യക്തിത്വങ്ങളായിരുന്നുവെങ്കിലും അവർ ഭഗവത് സാന്നിധ്യ ഗുണഗ്രഹണം നടത്തുവാൻ അയോഗ്യരായിരുന്നു. ഭഗവാൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷനെങ്കിലും യോഗ്യമായ കാഴ്ചയില്ലെങ്കിൽ ഭഗവാനെ ദർശിക്കാൻ നാം അശക്തരാണ്. ഉചിതമായ കേന്ദ്രങ്ങളിൽ നിന്നും ഭഗവത് ശ്രവണത്തിൽ
നിർവഹിക്കുന്ന ഭക്തിയുത സേവനത്തിലൂടെ മാത്രമേ ഈ അവശ്യ യോഗ്യത വികാസം പ്രാപിക്കുകയുള്ളൂ. സാമാന്യ ജനങ്ങളാൽ ശ്രവിക്കപ്പെടുകയും കഥിക്കപ്പെടുകയും സ്മരിക്കപ്പെടുകയും ചെയ്യുന്ന അത്തരം പ്രസിദ്ധ സാഹിത്യങ്ങളിൽ ഒന്നാണ് ഭഗവത്ഗീത. എന്നാൽ അത്തരം ശ്രവണം, കീർത്തനം തുടങ്ങിയ ഭക്തിയുത സേവന പ്രവർത്തനത്തിൽ വ്യാപൃതരായിട്ടും കൂടി ചിലപ്പോഴൊക്കെ ഭക്തന് ഭഗവാനെ കണ്ണോട് കണ്ട് ദർശിക്കുവാൻ സാധ്യമല്ലാത്തതുപോലെ അനുഭവവേദ്യമാകുന്നു. അതിനു കാരണം പരമപ്രധാനമായ ശ്രവണ പ്രക്രിയയുടെ അപര്യാപ്തതയാണ്. യോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്നും ശ്രവിക്കുന്നുവെങ്കിൽ അത് തൽക്ഷണം കാര്യക്ഷമമാകുന്നു. സാധാരണയായി ജനങ്ങൾ യോഗ്യരല്ലാത്ത വ്യക്തികളിൽ നിന്നാണ് ഭഗവത് ശ്രവണം നടത്തുന്നത്. അത്തരം ആധികാരികരല്ലാത്ത വ്യക്തികൾ ചിലപ്പോൾ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാകാം. എന്നാൽ അവർ ഭക്തിയുത സേവന തത്വങ്ങളെ അനുവർത്തിക്കാത്തവരാകയാൽ അവരിൽ നിന്നുള്ള ഭഗവത് ശ്രവണം വെറും സമയം പാഴാക്കൽ മാത്രമായി തീരുന്നു. ചിലപ്പോഴൊക്കെ ശ്ലോകങ്ങളെ അവരുടെ ആശയങ്ങളെ സാധൂകരിക്കാനുതകും വിധം വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുന്നു. ആകയാൽ യോഗ്യനും വിശ്വാസ്യനുമായ ആധികാരിക വ്യാഖ്യാതാവിനെ തെരഞ്ഞെടുത്ത് അദ്ദേഹത്തിൽ നിന്നും ശ്രവണം നടത്തേണ്ടതാണ്. എപ്പോൾ ശ്രവണ പ്രക്രിയ പരിപൂർണവും കുറ്റമറ്റതുമാകുന്നുവോ അപ്പോൾ മറ്റു പ്രക്രിയകളും താനെ പരിപൂർണമായി തീരുന്നു. ഭഗവാന്റെ വ്യത്യസ്തങ്ങളായ നിരവധി അതീന്ദ്രിയ കർമ്മങ്ങളുണ്ട്. ശ്രവണ പ്രക്രിയ പരിപൂർണവും കുറ്റമറ്റതുമെങ്കിൽ അവയോരോന്നും അഭികാമ്യമായ ഫലങ്ങൾ നൽകത്തക്ക വിധം സമർത്ഥമാണ്. ഭാഗവതത്തിൽ ഭഗവത് കർമ്മങ്ങൾ പാണ്ഡവരുമായുള്ള ഇടപെടൽ മുതൽ ആരംഭിക്കുന്നു. അസുരന്മാരോടും മറ്റുള്ളവരോടും ഭഗവാൻ എപ്രകാരം പ്രവർത്തിക്കുന്നു എന്നതുമായി ബന്ധപ്പെടുത്തി നിരവധി ലീലകളുണ്ടെന്ന് മാത്രമല്ല, 10ാം സ്കന്ധത്തിൽ ഭഗവാന്റെ വൈവാഹിക സഹചാരികളോടും ഗോപികമാരോടും ദ്വാരകയിലെ പത്നിമാരോടും ഭഗവാൻ എപ്രകാരമാണ് മനോജ്ഞ ഗംഭീരമായി ഇടപെടുന്നത് എന്നതിനെ കുറിച്ചുള്ള പരാമർശവുമുണ്ട്. ഭഗവാൻ പരിപൂർണനാകയാൽ പരമപുരുഷനാകയാൽ ഭഗവാന്റെ ഓരോ വ്യവഹാരങ്ങളുടെയും അതീന്ദ്രിയ സ്വഭാവത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. എന്നാൽ ചിലപ്പോഴൊക്കെ ജനങ്ങൾ ഗോപികമാരുമൊത്തുള്ള ഭഗവാന്റെ ഇടപെടലുകളെ കുറിച്ചുള്ള ആധികാരികമല്ലാത്ത വിവരണങ്ങളിൽ കൂടുതൽ തൽപരരാകുന്നു. അത്തരം പ്രവണത ശ്രോതാവിന്റെ കാമാർത്തിയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ആകയാൽ ഉത്തമ വിശ്വാസയോഗ്യനായ ആധികാരിക വ്യാഖ്യാതാവ് ഗോപികമാരോടൊത്തുള്ള ഭഗവാന്റെ ലീലകളെ സംബന്ധിച്ച അത്തരം ശ്രവണങ്ങൾക്ക് ഒരിക്കലും വഴങ്ങിക്കൊടുക്കുകയില്ല. ശ്രീമദ് ഭാഗവതത്തിൽ അല്ലെങ്കിൽ മറ്റ് ധർമ്മശാസ്ത്രങ്ങളിൽ ഉള്ളതുപോലെ നിശ്ചയമായും ആരംഭം മുതലാകണം ഭഗവത് ശ്രവണത്തിൽ ഏർപ്പെടേണ്ടത്. അത് ശ്രോതാവിനെ ക്രമേണ വികാസപരമായ മുന്നേറ്റത്തിലൂടെ പരിപൂർണത പ്രാപ്തമാക്കാൻ സഹായിക്കുന്നു. ആകയാൽ പാണ്ഡവരുമായുള്ള ഭഗവത് ബന്ധം ഗോപികമാരോടുള്ള ഭഗവാന്റെ ലീലകളേക്കാൾ പ്രാമുഖ്യം കുറഞ്ഞവയാണെന്ന് ഒരിക്കലും കരുതരുത്. സർവവിധ ലൗകിക ബന്ധങ്ങൾക്കും അതീന്ദ്രിയനാണ് ഭഗവാൻ എന്ന് നാം സദാ സ്മരിക്കണം. മുകളിൽ പരാമർശിച്ച എല്ലാ വ്യവഹാരങ്ങളിലെയും നായകൻ ഏതു പരിതസ്ഥിതിയിലും ഭഗവാനാകുന്നുവെന്നു മാത്രമല്ല, ഭഗവത് ശ്രവണവും ഭഗവത് ശ്രവണത്തിന് നിരന്തരം പരിശ്രമിക്കുന്ന ഭക്തനെ സംബന്ധിച്ച ശ്രവണവും ആത്മീയ ജീവിതത്തിന് പ്രേരകമാകുന്നു. ഭഗവാനുമായി നമുക്ക് നഷ്ടപ്പെട്ട ബന്ധത്തെ പുനരാർജിക്കുവാനാണ് വേദങ്ങൾ, പുരാണങ്ങൾ തുടങ്ങിയവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ എല്ലാവിധ ധർമ്മശാസ്ത്രങ്ങളുടെയും ശ്രവണം അത്യന്താപേക്ഷിതമാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകം കുന്തി മഹാറാണി ചൊല്ലുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ഭഗവാന്റെ അവതാരത്തിൻ്റെ പല കാരണങ്ങൾ പറഞ്ഞു. കുന്തി മഹാറാണി അവസാനം കൺക്ലൂഡ് ചെയ്യുന്നു. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങയുടെ അവതാരത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഭക്തിയുത സേവനങ്ങൾ, ശ്രവണം, കീർത്തനം, സ്മരണം, ഭക്തിയുത സേവനങ്ങൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയും ആ ഭക്തിയുത സേവനങ്ങളിലൂടെ ഭഗവത് സാക്ഷാത്കാരം, ഈ ബദ്ധാത്മാക്കൾക്ക് മുക്തി നേടാൻ സാധിക്കും. അതാണ് വഴി. ഇപ്പോൾ ആ വഴി കാണിച്ചു തരാൻ വേണ്ടി, അല്ലെങ്കിൽ ആ വഴി ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ അവതാരം എടുക്കുന്നു എന്ന്, ഇതാണ് ശരിയായിട്ടുള്ള
അവതാരത്തിന്റെ കാരണമെന്ന് കുന്തി മഹാറാണി പറയുന്നു. അതിനുശേഷം തുടർച്ചയായിട്ട് ഈ ശ്ലോകത്തിലും പറയുന്നു, ഓ കൃഷ്ണ, വളരെ സ്നേഹത്തോടു കൂടി കുന്തിദേവി പറയുന്നത് എന്താണ്? ശൃണുവന്തി ഗായന്തി ഗൃണന്തി അഭിക്ഷണശ. ശൃണുവന്തി ഗായന്തി ഗൃണന്തി അഭിക്ഷണശ എന്ന് പറഞ്ഞാൽ എന്താണ്? നിരന്തരമായിട്ട്. എല്ലാ തിങ്കളാഴ്ച മാത്രമല്ല, എല്ലാ ബുധനാഴ്ചയും മാത്രമല്ല, എല്ലാ ദിവസവും എല്ലായ്പ്പോഴും, അതായത് നിരന്തരം. ശൃണുവന്തി ഗായന്തി, ഭഗവാനെ കുറിച്ച് കേൾക്കുന്നു, ഭഗവാന്റെ നാമം ജപിക്കുന്നു. ഗായന്തി എന്ന് പറഞ്ഞാൽ ഭഗവാനെ സ്തുതിക്കുന്നതാവാം, ഭഗവാന്റെ നാമം ജപിക്കുന്നതാവാം, ഭഗവാന്റെ കീർത്തനമാവാം, അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് സ്തുതിക്കുന്നതും ഇപ്പോൾ ക്ലാസ് എടുക്കുന്നതും, ഇതൊക്കെ ഗായന്തിയിൽ വരും. ഇതെല്ലാം അതേപോലെ കേൾക്കുക, ശരിയായിട്ടുള്ള സോഴ്സിൽ നിന്ന് ഭഗവാനെ കുറിച്ച് കേൾക്കുക. അതേപോലെ അപ്പോൾ ശൃണുവന്തി ഗായന്തി, ഈ ഭഗവാനെ കുറിച്ച് സദാസമയം കേൾക്കുന്നവരും സദാസമയം ഭഗവാനെ കുറിച്ച് പ്രകീർത്തിക്കുന്നവരും ഭഗവാനെ സ്തുതിക്കുന്നവരും ഭഗവാനെ നാമം ജപിക്കുന്നവരും ഭഗവാന്റെ കീർത്തനം ചൊല്ലുന്നവരും, അങ്ങനെയുള്ളവർ സദാസമയം നിരന്തരമായിട്ട് അങ്ങനെയുള്ളവർക്ക് ഇനി അത് മാത്രമല്ല, അങ്ങനെയുള്ളവർ മാത്രമല്ല, അത് ചെയ്യുന്നവരും ഇനി വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നവർക്ക്, മറ്റുള്ളവര് ചെയ്യുന്നത് കാണുമ്പോൾ അതിൽ ആനന്ദം കാണുന്നവരും, ഇപ്പോൾ വേറെ ഭക്തര് നാമം ജപിക്കുന്നതും അതേപോലെ തന്നെ ഭാഗവതം പാരായണം ചെയ്യുന്നതും അതേപോലെ തന്നെ ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതൊക്കെ വേറൊരു ഭക്തൻ കേൾക്കുകയാണെങ്കിൽ ആ ഭക്തന് സന്തോഷം തോന്നുവാണെങ്കിൽ, അങ്ങനെയുള്ളവരും, അതായത് ചുരുക്കം പറയുകയാണെങ്കിൽ മറ്റുള്ളവരോട് അസൂയ തോന്നാത്തവര്, സാധാരണഗതിയിൽ എന്താണ് തോന്നുന്നത്? അവര് എന്നേക്കാൾ കൂടുതൽ നാമം ജപിക്കുന്നുണ്ട്, എന്നേക്കാൾ കൂടുതൽ കേൾക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് അത് സാധിക്കുന്നില്ല. ഒരുപക്ഷെ രുചി ഉണ്ടാവില്ല അവരെ പോലെ, അവസരമില്ലാഞ്ഞിട്ടായിരിക്കില്ല രുചി ഉണ്ടാവില്ല. രുചി എങ്ങനെ ഉണ്ടാവാനാണ്? അസൂയ തോന്നിക്കഴിഞ്ഞാല് രുചിയല്ല ഉണ്ടാവുന്നത്. നമ്മുടെ ഉള്ള രുചി പോലും നഷ്ടപ്പെടും. അതാണ് മറ്റുള്ളവര് ഭക്തിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ അത് സന്തോഷിക്കുന്നവര്, അതിൽ ആനന്ദം കണ്ടെത്തുന്നവര്, നന്നായി നാമം ജപിക്കുന്നവരെ കാണുമ്പോൾ, നന്നായി ഭാഗവതം പാരായണം ചെയ്യുന്നവരെ കാണുമ്പോൾ, പഠിക്കുന്നവരെ കാണുമ്പോൾ, ഭാഗവതം പഠിക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുവാണെങ്കിൽ അങ്ങനെയുള്ളവരെയും ഭഗവാന്റെ ദൃഷ്ടിയിൽ നമ്മൾ പെടും. അതാണ് പറയുന്നത്. നിരന്തരം നാമം ജപിക്കുന്നവര്, നിരന്തരം ഭഗവാനെ കുറിച്ച് സ്തുതിക്കുന്നവര്, ഭഗവാനെ കുറിച്ച് കേൾക്കുന്നവര്, അതുപോലെ സ്മരന്തി, ഭഗവാനെ കുറിച്ച് എപ്പോഴും ഓർക്കുന്നവര്, സദാസമയം ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള ആ രൂപത്തെയും ലീലകളെയും ധാമത്തെയും എല്ലാം ഭഗവാനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ, ഇതെല്ലാം നിരന്തരമായിട്ട് ചെയ്യുന്നവരെ, അതേപോലെ വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതിൽ ആനന്ദം കണ്ടെത്തുന്നവരും, അങ്ങനെയുള്ള ആളുകൾക്ക്, അങ്ങനെയുള്ള ഭക്തർക്ക് എന്താണ് ഇവിടെ കുന്തി മഹാറാണി പറയുന്നത്? തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട, ഉടനെ തന്നെ പശ്യന്തി അചിരേന താവകം എന്നാണ് പറയുന്നത്. അതായത് പശ്യന്തി എന്ന് പറഞ്ഞാൽ കാണാൻ സാധിക്കും, അചിരേന എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഭഗവാന്റെ തൃപ്പാദങ്ങൾ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? അചിരേന പശ്യന്തി, ഇവിടെ പശ്യന്തി അചിരേന താവകം ഭവ പ്രവാഹോ പരമം പദാംബുജം. പദാംബുജം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആ തൃപ്പാദങ്ങൾ, ഭഗവാന്റെ തൃപ്പാദങ്ങൾ കാണുവാൻ ആർക്ക് സാധിക്കുന്നു? ഈ പറഞ്ഞ സദാസമയം ഭഗവാനെ നാമം ജപിക്കുന്നവരും കേൾക്കുന്നവരും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നവരും മറ്റുള്ളവർ ഇതൊക്കെ ചെയ്യുന്നത് കണ്ട് ആനന്ദം കണ്ടെത്തുന്നവരും, അങ്ങനെയുള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അചിരേന, വളരെ പെട്ടെന്ന് തന്നെ ഭഗവാന്റെ തൃപ്പാദങ്ങൾ കാണാനുള്ള മഹാസൗഭാഗ്യം അവർക്ക് കിട്ടും. അത് മാത്രമല്ല, എന്നിട്ട് പറയുന്നു, ഇത് മാത്രമേ ഉള്ളൂ മാർഗം ഭവപ്രവാഹ ഉപരമം. അതായത് ഭവപ്രവാഹ,
ഈ ഭവരോഗത്തിൽ, ഈ ഭൗതിക ലോകത്തിൽ നിന്ന് ഭൗതിക ലോകത്തിലെ പ്രശ്നം എന്താണ്? ഭവപ്രവാഹം എന്ന് ഉദ്ദേശിക്കുന്നത് ജനിക്കുന്നു, മരിക്കുന്നു, ജനിക്കുന്നു, മരിക്കുന്നു, വീണ്ടും ജനിക്കുന്നു, മരിക്കുന്നു. ഈ ചക്രത്തിൽ നിന്ന് രക്ഷ നേടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ഭഗവാന്റെ തൃപ്പാദങ്ങൾ, അല്ലെ? ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിക്കുന്നത്, അല്ലെങ്കിൽ ആ ഭഗവാന്റെ ആ തൃപ്പാദങ്ങളുടെ ദർശനം കിട്ടുന്നത് എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ നമുക്ക് ഈ ഭവസാഗരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. അത് എങ്ങനെയാണ് സാധിക്കുന്നത്? എങ്ങനെയുള്ളവർക്കാണ് സാധിക്കുന്നത്? നിരന്തരം നാമം ജപിക്കുന്നവരും, നിരന്തരം ഭഗവാനെ കുറിച്ച് കേൾക്കുന്നവരും, സ്മരണ ചെയ്യുന്നവരും. അപ്പോൾ ഇവിടെ ശ്രവണം, കീർത്തനം, സ്മരണം, 3 കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ ഭക്തിയുത സേവനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെന്ന് നമ്മൾ എപ്പോഴും എടുത്തു പറയാറുണ്ട്, അല്ലെ? നവവിധ ഭക്തിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെന്ന് പറയാറുണ്ട് നമ്മളെപ്പോഴും. ഈ ശ്രവണം, കീർത്തനം, സ്മരണം തന്നെ മതി നമുക്ക് ഭഗവത് സാക്ഷാത്കാരത്തിന്. ശരിക്കും ഇതിൽ 3ലും നമ്മൾ പെർഫെക്റ്റ് ആക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ജന്മത്തിൽ തന്നെ അത് സാധിക്കും, ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കും. ഭാവാർത്ഥത്തിൽ ശീല പ്രഭുപാദി പറയുന്നത് അതാണ്, ഭഗവാനെ കാണണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ എല്ലാവർക്കും സാധിക്കില്ല. അത് ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നവർക്ക് മാത്രമേ, ഭഗവാന്റെ ഭക്തർക്ക് മാത്രമേ ഭഗവാൻ അതിനുള്ള സൗഭാഗ്യം കൊടുക്കുകയുള്ളൂ. അതാണ് പറയുന്നത്, ഹിരണ്യകശിപു, കംസൻ, ജരാസന്ധൻ, ശിശുപാലൻ, രാവണൻ എന്നുള്ളവരൊക്കെ ഭഗവാനെ നേരിട്ട് കണ്ടിട്ടുണ്ട്, അല്ലെ? ആരാണ് കാണാത്തത്? അവരെല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷേ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ്. കാരണം എന്താണ്? പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന. ആ പ്രേമാഞ്ജനത്തോടു കൂടി നോക്കിക്കഴിഞ്ഞാലേ ഭഗവാനെ കാണാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ സാധിക്കില്ല. അപ്പോൾ അതിനുള്ള മാർഗം ഭക്തിയുത സേവനം ചെയ്ത് നമ്മൾ ഭക്തിയിൽ മുന്നോട്ട് പോകുമ്പോൾ, ഇത് ഭഗവാൻ കാണുമ്പോൾ നമുക്ക് ആ ദിവ്യ ദൃഷ്ടി നമുക്ക് ഭഗവാൻ തരുന്നു. അങ്ങനെ നമുക്ക് ഭഗവാനെ കുറിച്ച് കൂടുതൽ കേൾക്കുവാനും കൂടുതൽ അതിൽ താല്പര്യം വരുന്നു, ഭഗവാന്റെ ദർശനം കിട്ടുന്നു, അവസാനം ഭഗവാന്റെ അടുത്തേക്ക് പോകാനും സാധിക്കുന്നു. അതാണ്. അപ്പൊ ഇതിന്റെയൊക്കെ തുടക്കം എവിടെയാണ്? ശീല പ്രഭുപാദി ഇവിടെ പറയുന്നു, ഇതെല്ലാം തുടങ്ങുന്നത് ശ്രവണത്തിലൂടെയാണ്. ശരിയായിട്ടുള്ള ശ്രവണം ഉണ്ടെങ്കിൽ, അതായത് ശരിയായിട്ടുള്ള സോഴ്സിൽ നിന്നാണ് നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കുന്നുണ്ടെങ്കിൽ, അതാണ് ഏറ്റവും ആദ്യം വേണ്ട കാര്യം. ബേസ്, ഫൗണ്ടേഷൻ അതാണ്. നമ്മുടെ മഹാസൗഭാഗ്യമാണ് ശീല പ്രഭുപാദിയുടെ ഭാവാർത്ഥം നമ്മൾ വായിക്കുന്നത്. ഇതാണ് ശരിയായിട്ടുള്ള സോഴ്സ്. ശരിയായിട്ടുള്ള സോഴ്സാണ് നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയിട്ടുണ്ട്, ശീല പ്രഭുപാദിന്റെ ഗുരുജനങ്ങളുടെ അനുഗ്രഹം കൊണ്ട് കിട്ടിയിട്ടുണ്ട്, അല്ലെ? അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സോഴ്സ് കിട്ടിയിട്ടുണ്ട്. നീ ഇത് നിരന്തരം കേൾക്കുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ ആചരിക്കുന്നു. ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്കും ഈ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം തുടക്കം ശരിയായിട്ടുള്ള ശ്രവണമാണ്. ശ്രവണവും എവിടുന്നെങ്കിലും അല്ല, ശരിയായിട്ടുള്ള സോഴ്സിൽ നിന്ന്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ സോഷ്യൽ മീഡിയ തുറക്കുവാണെങ്കിൽ നമുക്ക് ആയിരക്കണക്കിന് ലിങ്കുകൾ കിട്ടും, ആയിരക്കണക്കിന് ഓപ്ഷൻസ് ആണ് നമ്മുടെ മുമ്പിൽ. ഇതിൽ ഏത് ശരി, ഏത് തെറ്റ്, ഏത് കേൾക്കണം? കൃഷ്ണ എന്ന് വെറുതെ നമ്മൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എവിടെയാണെങ്കിൽ കൃഷ്ണ എന്ന് മാത്രം നമ്മളൊന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ലിങ്കുകളാണ് വരിക. അതിൽ ഏതൊക്കെയാണ് ഒത്തന്റിക് ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ഫിലോസഫി ഫോളോ ചെയ്യുന്നത്? കൃഷ്ണനുണ്ടാവും അതിലൊക്കെ, പക്ഷെ അതിന്റെ പുറകിലെ അജണ്ടാസ് നമുക്കറിയില്ല, പുറകിലെ തത്വങ്ങൾ നമുക്കറിയില്ല, സോഴ്സ് അറിയില്ല. ഇതാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മളെല്ലാവരും ജാഗ്രതയോടുകൂടി ഇരിക്കണം. അതുകൊണ്ട് ശരിയായിട്ടുള്ള സോഴ്സിൽ നിന്ന് മാത്രം കേൾക്കുവാൻ നമ്മൾ ശ്രമിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തില്ല എന്ന് മാത്രമല്ല, നമ്മൾ വഴിതെറ്റിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ്. തീർച്ചയായിട്ടും വഴിതെറ്റിപ്പോവും. ഈ ഭക്തിയുടെ പാത, ഭക്തിയുടെ വഴി എന്ന് മാർഗം എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അതിനെ ശാസ്ത്രങ്ങളിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ബ്ലേഡിന്റെ മുകളിലൂടെ നടക്കുന്ന അവസ്ഥയാണ്. അതിന്റെ അർത്ഥം എന്താണ്?
വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ നടന്നില്ലെങ്കിൽ വഴിതെറ്റിപ്പോവാൻ, നമ്മുടെ കൈമുറിയാൻ സാധ്യത കൂടുതലാണ്. ഇതാണ് പറയുന്നത്. ഒന്നുമില്ലാതെ ഭക്തിയിലേ ഇല്ലാത്തവർക്ക്, അവരെ സംബന്ധിച്ച് അവരെന്തായാലും അജ്ഞതയിലാണ് ഇരിക്കുന്നത്. അവരെന്തായാലും അന്ധകാരത്തിലാണ് ഇരിക്കുന്നത്. അവർക്ക് ഇനി കൂടുതൽ വീഴ്ച സംഭവിക്കാനില്ല. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് ഭക്തിയുടെ ലെവലേശം അവരിൽ ഇല്ലാത്തത് കൊണ്ട് അവര് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ ചെയ്ത് അതിൽ സന്തോഷം കണ്ടെത്തി, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അതെല്ലാം അവര് ഒരുപക്ഷെ പല ആഗ്രഹങ്ങളും നിറവേറ്റാൻ അവർക്ക് സാധിക്കുന്നു, പല കാര്യങ്ങളും നടക്കുന്നു, കൂടുതൽ ഭൗതികതയിൽ അവർ പെടുന്നു, ഇന്ദ്രിയ സുഖഭോഗങ്ങൾ നേടുന്നു. അങ്ങനെ ജീവിതം ഭൗതിക തലത്തിൽ ആസ്വദിച്ച് നടക്കുന്നവർക്ക് ഇതൊന്നും ബാധകമേ അല്ല. കാര്യം അവരെ സംബന്ധിച്ച് ഇനി എന്ത് വിടാനാണുള്ളത്? കൂടുതൽ ഭൗതികതയിൽ നമ്മൾ പെടുന്നതാണ് ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം, ഭൗതികമായിട്ടുള്ള നമുക്ക് പല കാര്യങ്ങളും നടക്കുമ്പോൾ ഒരുപാട് പൈസ കിട്ടുന്നു, അല്ലെങ്കിൽ ഒരുപാട് ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്കുള്ള അവസരം കിട്ടുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ കാര്യം, അല്ലെങ്കിൽ ജീവിതം സക്സസ് ആയി എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ജീവിതത്തിന്റെ സക്സസ് ഫോർമുല എന്ന് വിചാരിക്കും. പക്ഷേ നിർഭാഗ്യം, അധഭാഗ്യന്മാരാണ് അങ്ങനെ ചിന്തിക്കുന്നത്. അറിയില്ല ആളുകൾക്ക്, കാര്യം അവർ അജ്ഞതയിലാണ്. ഇനി അവർക്ക് എന്ത് വീഴ്ച സംഭവിക്കാനാണ്? അവർ ഓൾറെഡി വീണ് കിടക്കുന്നവരാണ്. അപ്പോൾ അവരെ നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ഭക്തിയിൽ ഓൾറെഡി ഇറങ്ങിയവര്, ഭക്തിയുത സേവനങ്ങളിൽ ഭക്തി മാർഗത്തിൽ ഇറങ്ങിയിട്ടുള്ളവര്, അങ്ങനെയുള്ളവർ കുറെ നല്ല രീതിയിൽ ജാഗ്രതയോടുകൂടി നടക്കണം. കാര്യം എന്താണ്? മറ്റുള്ളവരെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ളവരൊക്കെ അവർക്ക് എന്ത് സംഭവിച്ചാലും അവർക്ക് ബോധേടല്ല. കാര്യം അവർ ഈ ഒരു പാതയിലേ ഇല്ല. അവർക്ക് ഇന്ദ്രിയ സുഖഭോഗങ്ങൾ മാത്രം മതി, അതിൽ സന്തോഷം കണ്ടെത്തുന്നു, അവർ ഹാപ്പിയാണ്, ജീവിതം സക്സസ്ഫുൾ ആണെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു. അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനും സാധിക്കില്ല. എന്നാൽ ഭക്തിയിൽ ഇറങ്ങിയിട്ടുള്ളവരുടെ ആ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന പോലെ മുൾമുനയിലാണ് കാര്യങ്ങൾ. ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ, ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ സാധനയെ കൊണ്ടുപോയില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? വീഴ്ചകൾ സംഭവിക്കും നമുക്കിടയിൽ. ആ വീഴ്ചകൾ ചിലപ്പോൾ ഒരുപാട് മുറിവുണ്ടാക്കുന്ന വീഴ്ചകളായിരിക്കാം. ഒരുപക്ഷെ നമ്മളെ നല്ല രീതിയിൽ അപകടം സംഭവിക്കുന്നതായിരിക്കാം. പക്ഷെ നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും. തിരിച്ചു വരാൻ സാധിക്കില്ല എന്നുള്ളതല്ല, ആദ്യം പറഞ്ഞ കാറ്റഗറിയിലുള്ള ആളുകളെക്കാളും 100 മടങ്ങ് 1000 മടങ്ങ് നമ്മൾ ബെറ്ററാണ്, അത് സംശയമൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഈ ജന്മത്തിലെ ലക്ഷ്യം, ഈ ജന്മത്തിൽ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറാൻ സമയമെടുക്കും. അതാണ്, സമയം നമ്മുടെ കയ്യിൽ പാഴാക്കാനില്ല. അതാണ് സംഭവം. വളരെ ചുരുക്കം വർഷങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു മനുഷ്യജന്മത്തില്, അല്ലെ? ഇപ്പോൾ തന്നെ നമ്മളിൽ പലവരും 50% കൂടുതൽ, 60% കൂടുതൽ, 70% കൂടുതലും കഴിഞ്ഞവരുണ്ടാവും. നമ്മുടെ കോട്ട കഴിഞ്ഞവരായിരിക്കും കൂടുതലും നമ്മുടെ കൂട്ടത്തിലുള്ളത്, അല്ലെ? ആരും 10 വയസ്സിന് താഴെ ഇവിടെ ഇല്ല. നമ്മുടെ കോട്ട ഓൾറെഡി കഴിയാറായി. ഓൾറെഡി അതിൽ പലവർക്കും പല പെർസെൻറ്റേജ് ആണ്. വയസ്സ് നോക്കിയിട്ട് കാര്യമില്ല. ചെറുപ്പക്കാർക്ക് പോലും മരണം സംഭവിക്കുന്നു പെട്ടെന്ന്, ഒന്നും പറയാൻ സാധിക്കില്ല. അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല എന്ത് സംഭവിക്കും നാളെ എന്നുള്ളത്, അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കും എന്നറിയില്ല. സമയം നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഇടയിൽ വീഴ്ച സംഭവിക്കുമ്പോൾ എന്താണ്, അതിൽ നിന്ന് നമ്മളൊന്ന് എഴുന്നേറ്റ് വരാൻ വേണ്ടിയിട്ട് സമയം പോകും. അപ്പൊ അത്രയും ടൈം നമ്മുടെ നിന്ന് പാഴാവും. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഇരിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. അതുകൊണ്ട് ശരിയായിട്ടുള്ള ശ്രവണം ഇല്ലെങ്കിൽ, ശരിയായിട്ടുള്ള സോഴ്സിൽ നിന്നല്ല നമ്മൾ ശ്രമിക്കുന്നത് ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? തെറ്റായിട്ടുള്ള മാർഗത്തിൽ നമ്മൾ, അല്ലെങ്കിൽ ചെറുതായിട്ട് നമ്മൾ ഡീവിയേറ്റ് ആയി പോകും. ഡീവിയേറ്റ് ആവുമ്പോൾ എന്താണ്, നമ്മുടെ ലക്ഷ്യം നമ്മൾ മറക്കും. നമ്മൾ വിചാരിക്കുന്നു ചെയ്യുന്നതൊക്കെല്ലാം വീണ്ടും നമ്മൾ ഭക്തിയുത സേവനങ്ങളാണ് ചെയ്യുന്നതെന്നൊക്കെ ധരിക്കും. നമ്മൾ കൃഷ്ണനെ കുറിച്ച് കേൾക്കുന്നുണ്ട്, പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ ചിലപ്പോൾ ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യമായിരിക്കില്ല, ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ടുള്ളതായിരിക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കുറെ വൈഷ്ണവ അപരാധങ്ങൾ ചെയ്യുന്നുണ്ടാവും. അറിഞ്ഞും അറിയാതെയും അപരാധങ്ങൾ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു, മറ്റുള്ളവരെ കുറിച്ച് മോശമായിട്ട് പറയുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ എത്ര ഭക്തിയുത സേവനങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല, അതിൻ്റെ റിസൾട്ട് കിട്ടില്ല. കാര്യം നമ്മൾ കൂടെ അപരാധങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അതാണ് അല്ലേ? ഇപ്പോൾ കൂടുതൽ അപരാധങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ആ അവസാനത്തെ റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ശ്രീല പ്രഭുപാദി എടുത്തെടുത്ത് പറയുന്നത് പല സ്ഥലങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും അദ്ദേഹം എടുത്തു പറയുന്നു, ശ്രവണം ശരിയായിട്ടുള്ള സ്ഥലത്ത് നിന്നായിരിക്കണം. അങ്ങനെയാവുമ്പോൾ നമ്മൾ സേഫാണ്. കാര്യം ഇപ്പൊ ശ്രീല പ്രഭുപാദി വളരെ ക്ലിയർ ആയിട്ട്, എത്ര ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഭാവാർത്ഥങ്ങൾ, ഭഗവത്ഗീതയാണെങ്കിലും ഭാഗവതാണെങ്കിലും ഏത് പുസ്തകം എടുത്തു കഴിഞ്ഞാലും നോക്കിക്കഴിഞ്ഞാൽ ഭക്തിയുത സേവനങ്ങളും ശുദ്ധഭക്തിയും അല്ലാതെ ഒന്നും തന്നെ ഇവിടെ പ്രതിപാദിക്കുന്നില്ല. ഒരു സ്ഥലത്തും പറയുന്നില്ല സ്വർഗത്തിലേക്ക് പോയി ഇന്ദ്രിയ സുഖഭോഗങ്ങൾ നേടാൻ സാധിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രോമിസുകളും അദ്ദേഹം തരുന്നില്ല. അദ്ദേഹം പറയുന്നത് പരംവ്യോമം, ഭഗവാന്റെ അടുത്തേക്ക്, ആധ്യാത്മിക ലോകത്തിലേക്ക്, വൈകുണ്ഠ ലോകങ്ങളിലേക്ക്, ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ചും അവിടെ പോകാനുള്ള വഴിയും മാർഗമാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്, അൾട്ടിമേറ്റ് ആയിട്ടുള്ള മെസ്സേജ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിനപ്പുറത്തേക്ക് ഇനി വേറെ ഒന്നും ആവശ്യമില്ല നമുക്ക്. ഇത് തന്നെ നല്ല രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടേക്ക് എത്തുവാൻ സാധിക്കും. ഇവിടെ ശ്രീല പ്രഭുജി പറയുന്നു, ശരിയായിട്ടുള്ള സോഴ്സിൽ നിന്നല്ല നമ്മൾ കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സമയം പാഴാക്കുന്ന പോലെയാണ്, കാര്യം ബുദ്ധിമുട്ടാണ് ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ. എന്നാൽ ശ്രവണം ശ്രവണം പെർഫെക്റ്റ് ആണെങ്കിൽ, ശരിയായിട്ടുള്ള സോഴ്സിൽ നിന്നാണെങ്കിൽ, ശുദ്ധഭക്തരിൽ നിന്നാണെങ്കിൽ, ശുദ്ധഭക്തരിൽ നിന്ന് കേൾക്കണം എന്നാണ് പറയുന്നത്, ശുദ്ധഭക്തരിൽ നിന്നാണ് ശ്രവണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മുടെ മറ്റുള്ള പ്രോസസ്സുകളൊക്കെ, മറ്റുള്ള കാര്യങ്ങളൊക്കെ തനിയെ തന്നെ ലൈനിൽ വരും. തനിയെ തന്നെ ശരിയായിട്ടുള്ള മാർഗം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും. അപ്പൊ ആദ്യം ശ്രവണമാണ് നമ്മൾ ശരിയാക്കേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത്, ശ്രവണം ശരിയല്ലെങ്കിൽ ഈവൻ കീർത്തനം ശരിയാവില്ല, നാമജപം ശരിയാവില്ല. അതാണ്. അപ്പൊ നമുക്ക് പല കൺഫ്യൂഷൻസ് ആവും, പല രീതിയിൽ തെറ്റായിട്ടുള്ള ഫിലോസഫിക്കലും തത്വങ്ങളൊക്കെ മനസ്സിലാക്കുന്നു, അതിന്റെ കൂട്ടത്തിൽ കുറെ അപരാധങ്ങൾ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ കീർത്തനം ശരിയാവും? അപ്പൊ ശ്രവണം ശരിയല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ശ്രവണം എല്ലാവരും അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് ശ്രീല പ്രഭുപാദി പറയുന്നു, എടുത്തെടുത്ത് പറയുന്നു, പല സ്ഥലങ്ങളിലായിട്ട് പറയുന്നു. ഓക്കെ. അതിനുശേഷം അദ്ദേഹം പറയുന്നു, ചിലവർക്ക് ശ്രീമദ് ഭാഗവതത്തിലെ 10ാമത്തെ ദശമസ്കന്ധത്തിലെ ഭഗവാന്റെ ലീലകളെ കുറിച്ച് മാത്രം കേൾക്കാനായിരിക്കും താല്പര്യം ഉണ്ടാവുള്ളൂ. അവരെ സംബന്ധിച്ചോ പാണ്ഡവരെ കുറിച്ചുള്ളത് എന്തിനും ഈ കാര്യങ്ങളൊക്കെ ആദ്യത്തെ സ്കന്ധത്തിൽ ഇപ്പോൾ നമ്മൾ കാണുവാണ് അല്ലെ. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന കുറെ മുഹൂർത്തങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ കുന്തിസ്തുതി കാണുന്നു, ഇനി അടുത്ത അധ്യായത്തിൽ ഭീഷ്മസ്തുതി നമ്മൾ കാണുന്നു, ഇനി അതിനുശേഷം ഭഗവാൻ ദ്വാരകയിലേക്ക് പോകാൻ നിൽക്കുന്ന സമയം. അപ്പൊ ഇതൊക്കെ കുറെ ആ ഹസ്തിനാപുരത്തിലെ കുറെ കാര്യങ്ങൾ നടക്കുന്നത് നമ്മൾ കാണുന്നു. അപ്പൊ ചിലവരെ വിചാരിക്കുമ്പോൾ ഇതൊക്കെ ബോറിംഗ് ആണ്, ഇതിനൊന്നും ആവശ്യമില്ല. എന്നാൽ എല്ലാം ഇരിക്കുന്നത് ദശമസ്കന്ധത്തിലാണ്. ദശമസ്കന്ധത്തിലെ രാസലീല പോലുള്ള സെക്ഷൻസ്. പക്ഷേ ശ്രീല പ്രഭുപാദി പറയുന്നു, ഗോപികമാരും ഭഗവാനും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഗോപികമാരും ഭഗവാനും തമ്മിലുള്ള ലീലകൾ കേൾക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഒട്ടും കുറവല്ല പാണ്ഡവരും ഭഗവാനും തമ്മിലുള്ള ലീലയെ കുറിച്ച് കേൾക്കുന്നത്. ഒരിക്കലും വിചാരിക്കരുത് അതാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ളത്. അങ്ങനെയല്ല നമ്മൾ വിചാരിക്കേണ്ടത്. ഇതെല്ലാം ഭഗവാന്റെ ലീലകൾ തന്നെ. എല്ലാത്തിനും പ്രാധാന്യമുണ്ട്, പ്രാധാന്യമില്ലാത്തതല്ല. അല്ലെങ്കിൽ ഭഗവാൻ ലീല ചെയ്യേണ്ട കാര്യമില്ല. ഭഗവാന്റെ ഓരോ ലീലയ്ക്കും പ്രാധാന്യമുണ്ട്. അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരേപോലെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒന്നും നമ്മൾ ദശമസ്കന്ധമാണ് എല്ലാത്തിൻ്റെയും എസെൻസ് എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം മറ്റുള്ളതൊക്കെ മോശമാണ് എന്നുള്ളതല്ല. ഇതാണ് ആ തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ശ്രീല പ്രഭുപാദി പറയുന്നത്, പിന്നെ ദശമസ്കന്ധത്തിലെ ലീലകളൊക്കെ നമുക്ക് ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ അപരാധങ്ങൾ ചെയ്യുവാൻ ഉള്ള സാധ്യതകൾ 100% കൂടുതലാണ്. അതുകൊണ്ടാണ് പറയുന്നത്, സിസ്റ്റമാറ്റിക് ആയിട്ട് ആദ്യത്തെ സ്കന്ധം മുതൽ പഠിച്ച് പിന്നീട് 9 സ്കന്ധം കഴിഞ്ഞ് 10ാമത്തെ സ്കന്ധം ദശമസ്കന്ധത്തിലേക്ക് കടക്കുമ്പോൾ ആ മെച്യൂരിറ്റി നമുക്ക് വന്നിട്ടുണ്ടാവും. അതിനുശേഷം അത് കേൾക്കുക, അല്ലാതെ ആദ്യം തന്നെ അവിടെ ചാടിപ്പോകരുത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇതൊക്കെയാണ് ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്ന കാര്യം. ശ്ലോകത്തിൽ കുന്തി മഹാറാണി പറയുന്നു, ശ്രവണം, കീർത്തനം, സ്മരണം, ഇത് മൂന്നും നിരന്തരമായിട്ട് സദാസമയം ചെയ്യുന്നവർക്ക് ഭഗവാന്റെ തൃപ്പാദങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഭഗവാന്റെ തൃപ്പാദങ്ങളിലേക്ക്
അവർക്ക് എത്തുവാൻ സാധിക്കുന്നു. അങ്ങനെ ഈ ലോകത്തിൽ നിന്ന്, ഈ ഭൗതിക ലോകത്തിലെ അല്ലെങ്കിൽ ഈ ഭവസാഗരത്തിൽ നിന്ന് അവർക്ക് രക്ഷ നേടാൻ സാധിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ഇതേയുള്ളൂ മാർഗം, അതാണ് പറയുന്നത് അവസാനം. ഇതേയുള്ളൂ മാർഗം ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ. ഓക്കെ, അടുത്ത ശ്ലോകം കൂടെ നോക്കാം. 37. ഓക്കെ. അപ്യദ്യ നസ്ത്വം സ്വകൃതേ ഹിതപ്രഭോ ജിഹാസസി സ്വിത് സുഹൃദോനുജീവന യേഷാം ന ചാന്യത് ഭവതാ പദാംബുജാത് പരായണം രാജസു യോജിതാം ഹസാം. അപ്യത്യനസ്ത്വം സ്വകൃതേ ഹിതപ്രഭോ അപ്യത്യനസ്ത്വം സ്വകൃതേ ഹിതപ്രഭോ ജിഹാസസി സ്വിത് സുഹൃദോനുജീവന യേഷാം ന ചാന്യത് ഭവതാ പദാംബുജാത് പരായണം രാജസു യോജിതാം ഹസാം. യെസ്. കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഭ്യത്യനസ്ത്വം സ്വകൃതേ ഹിതപ്രഭോ ജിഹാസസി സുഹൃദോനുജീവിന യേഷാം ന ചാന്യത് ഭവതഃ പദാംബുജാത് പരായണം രാജസു യോജിതാ ഹസാം. വിവർത്തനം ഭാവാർത്ഥം ബൈ His Divine Grace Abhi Charanaravinda Bhaktivedanta Swami Srila Prabhupada ki jai. അല്ലയോ ഭഗവാനെ, എല്ലാ കർത്തവ്യങ്ങളും അങ്ങ് സ്വയം നിർവഹിച്ചിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ കരുണയെ പൂർണ്ണമായി ആശ്രയിച്ചിരിക്കുന്നു. മറ്റാരും ഞങ്ങളെ സംരക്ഷിക്കാനില്ല. എന്നിരുന്നിട്ടും എല്ലാ രാജാക്കന്മാരും ഞങ്ങളോട് ശത്രുതയിലായിരിക്കുന്ന ഇത്തരണത്തിൽ അങ്ങ് ഞങ്ങളെ ഉപേക്ഷിച്ചു പോവുകയാണോ? ഭാവാർത്ഥം. പാണ്ഡവർ അതിഭാഗ്യവാന്മാരാണ്. എന്തെന്നാൽ എല്ലാ സദ്ഭാഗ്യങ്ങളോടും കൂടി അവർ ഭഗവത് കൃപയെ പൂർണ്ണമായും ആശ്രയിച്ചിരിക്കുന്നു. ഭൗതിക ലോകത്തിൽ മറ്റാരുടെയെങ്കിലും കൃപയെ ആശ്രയിച്ചിരിക്കുക എന്നത് നിർഭാഗ്യത്തിന്റെ പരമ അടയാളമാകുന്നു. എന്നാൽ ഭഗവാനുമായുള്ള നമ്മുടെ അതീന്ദ്രിയ ബന്ധത്തിന്റെ വിഷയത്തിൽ നമുക്ക് ഭഗവാനെ പൂർണ്ണമായും ആശ്രയിച്ച് ജീവിക്കാൻ കഴിയുക എന്നത് അതിഭാഗ്യമാകുന്നു. സർവ്വതിൽ നിന്നും സ്വതന്ത്രനായി തീരാനുള്ള വിചാരമാണ് ഭൗതിക രോഗത്തിന് നിദാനം. എന്നാൽ ക്രൂരമായ ഭൗതിക പ്രകൃതി നമ്മെ സ്വതന്ത്രരാകാൻ അനുവദിക്കുന്നില്ല. പ്രകൃതിയുടെ കാർക്കശ നിയമങ്ങളിൽ നിന്നും സ്വതന്ത്രമായി തീരാനുള്ള വിഫല പ്രയത്നത്തെ പരീക്ഷണ ജ്ഞാനം ആധാരമാക്കിയുള്ള ഭൗതിക പുരോഗതി എന്നറിയപ്പെടുന്നു. പ്രകൃതി നിയമങ്ങളിൽ നിന്നും സ്വതന്ത്രമായി തീരാനുള്ള ഈ തെറ്റായ പരിശ്രമത്തിലാണ് സമ്പൂർണ്ണ ഭൗതിക ലോകവും ചലിക്കുന്നത്. സ്വർഗലോകത്തേക്ക് പ്രവേശിക്കാനായി നേരിട്ട് പടികൾ നിർമ്മിക്കാൻ ആഗ്രഹിച്ച രാവണനിൽ ആരംഭിച്ച് ഇങ്ങ് താഴോട്ട് വർത്തമാന കാലത്തെ ജനങ്ങൾ വരെ പ്രകൃതി നിയമങ്ങളെ തരണം ചെയ്യാൻ പരിശ്രമിക്കുന്നു. അവർ ഇന്ന് വിദൂരമായ ഗ്രഹസമൂഹങ്ങളെ യാന്ത്രിക വൈദ്യുത സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സമീപിക്കാൻ പരിശ്രമിക്കുന്നു. എന്നാൽ മാനവ സംസ്കാരത്തിന്റെ പരമോന്നതമായ ലക്ഷ്യം ഭഗവാന്റെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും അദ്ദേഹത്തിന്റെ പരിപൂർണ ആശ്രിതനാകുകയുമാണ്. തികഞ്ഞ സംസ്കാരത്തിന്റെ പരമോന്നത നേട്ടം ധീരോദാത്തമായി പ്രവർത്തിക്കുകയും അതേസമയം ഭഗവാനെ പരിപൂർണമായി ആശ്രയിക്കുകയും ചെയ്യുകയാണ്. ഈ സംസ്കാര നിലവാരത്തിന്റെ ഉത്തമ മാതൃക അനുഷ്ഠാതാക്കളായിരുന്നു പാണ്ഡവർ. നിസ്സന്ദേഹമായി ശ്രീകൃഷ്ണ ഭഗവാന്റെ കൃപയെ അവർ പരിപൂർണമായും ആശ്രയിച്ചിരുന്നു. എന്നാൽ അവർ ഭഗവാന്റെ അലസരായ പരാനഭോജികളായിരുന്നില്ല. അവരെല്ലാവരും തന്നെ സ്വസ്വഭാവത്തിലും ശാരീരിക പ്രവർത്തനത്താലും ഉയർന്ന യോഗ്യതയുള്ളവരായിരുന്നു. എന്നിട്ടും അവർ എപ്പോഴും ഭഗവാന്റെ കരുണയ്ക്കായി പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഓരോ ജീവാത്മാവും സ്വരൂപവശാൽ ആശ്രിതനാണെന്ന് അറിവുണ്ടായിരുന്നു. ആകയാൽ ജീവിതത്തിന്റെ പരിപൂർണത ഭൗതിക ലോകത്തെ മിഥ്യയായ സ്വാതന്ത്ര്യത്തിനു പകരം ഭഗവത് ഹിതത്തെ ആശ്രയിക്കുകയാണ്. ഭഗവാനിൽ നിന്നും കൃത്രിമമായി സ്വതന്ത്രരാകാൻ പരിശ്രമിക്കുന്നവർ അനാഥർ അഥവാ രക്ഷിതാവില്ലാത്തവർ എന്നറിയപ്പെടുന്നു. അതേസമയം ഭഗവത് ഹിതത്തെ പരിപൂർണമായി ആശ്രയിക്കുന്നവർ സനാഥർ അഥവാ സംരക്ഷകനുള്ളവർ എന്നറിയപ്പെടുന്നു. ആകയാൽ നാം സനാഥരായിരിക്കുവാൻ യത്നിക്കണം. അങ്ങനെയാകുന്ന പക്ഷം ഹിതകരമല്ലാത്ത അവസ്ഥയായ ഭൗതിക അസ്തിത്വത്തിൽ നിന്ന്
നാം സദാ സംരക്ഷിക്കപ്പെടുന്നു. ബഹിരംഗ ശക്തിയായ ഭൗതിക പ്രകൃതിയുടെ വ്യാമോഹിപ്പിക്കുന്ന ശക്തിയാൽ ജീവിതത്തിന്റെ ഭൗതികാവസ്ഥ അത്യന്തം അഭികാമ്യമല്ലാത്ത വ്യാകുലതയാണെന്ന് നാം വിസ്മരിക്കുന്നു. നിരവധി ജന്മങ്ങൾക്ക് ശേഷം ഭാഗ്യവാനായ ഒരാൾ വസുദേവനാണ് സർവ്വതും എന്നും അദ്ദേഹത്തെ പരിപൂർണമായി അഭയം പ്രാപിക്കുകയാണ് ജീവിതം നയിക്കാനുള്ള ഉത്തമ മാർഗമെന്നും ബോധവാനാകുന്നുവെന്ന് ഭഗവത്ഗീത 7:19 നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ഇതാണ് ഒരു മഹാത്മാവിന്റെ ലക്ഷണം. പാണ്ഡവ കുലത്തിലെ എല്ലാവരും ഗൃഹസ്ഥ ജീവിതത്തിലുള്ള മഹാത്മാക്കളായിരുന്നു. ഈ മഹാത്മാക്കളിൽ നേതൃസ്ഥാനത്തുണ്ടായിരുന്നത് മഹാരാജാവ് യുധിഷ്ഠിരനും മാതാവ് രാജ്ഞി കുന്തി ദേവിയുമായിരുന്നു. ആകയാൽ ഭഗവത്ഗീതയുടെ ഉപദേശങ്ങളും മറ്റു പുരാണങ്ങളും, വിശേഷിച്ചും ഭാഗവത പുരാണവും മഹാത്മാക്കളായ പാണ്ഡവരുടെ ചരിത്രവുമായി അനിവാര്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഭഗവാനുമായുള്ള വിയോഗം ജലത്തിൽ നിന്നും വേർപെടുത്തപ്പെട്ട മത്സ്യത്തെ പോലെയാകുന്നു. ആകയാൽ ശ്രീമതി കുന്തി ദേവിക്ക് അത്തരം വിയോഗം അശനിപാതം പോലെ അനുഭവപ്പെട്ടു. മേലും കുന്തി ദേവിയുടെ മുഴുവൻ പ്രാർത്ഥനയും ഭഗവാനെ അവരോടൊപ്പം വസിക്കുവാൻ പ്രേരിപ്പിക്കുന്നതിന് ശ്രമിക്കുവാനാകുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ശത്രു രാജാക്കന്മാരൊക്കെ വധിക്കപ്പെട്ടുവെങ്കിലും അവരുടെ പുത്രരും പൗത്രരും പാണ്ഡവരുമായി കൈകാര്യം ചെയ്യുവാനുണ്ടായിരുന്നു. ശത്രുതാവസ്ഥയിലേക്ക് പാണ്ഡവർ മാത്രമല്ല തള്ളപ്പെട്ടത്, നാമും സദാ അത്തരം അവസ്ഥയിലാണ്. അങ്ങനെയാകയാൽ ജീവിക്കാനുള്ള ഉത്തമ മാർഗം ഭഗവത് ഇച്ഛയെ പരിപൂർണമായി ആശ്രയിക്കുകയും അപ്രകാരം ഭൗതിക അസ്തിത്വത്തിലെ എല്ലാ വിഷമതകളെയും തരണം ചെയ്യുകയും ആകുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. അങ്ങനെ മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങൾ കുന്തി മഹാറാണി പറഞ്ഞു. ഭഗവാന്റെ അവതാരത്തിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ഭഗവാന്റെ തൃപാദങ്ങളിലേക്ക് ആർക്കെത്താൻ സാധിക്കും എന്നുള്ളത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. സദാസമയം ശ്രവണം, കീർത്തനം, സ്മരണം ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഭവസാഗരത്തിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ എന്ന് കുന്തി മഹാറാണി പറഞ്ഞു. ഇനി അതിനുശേഷം കുന്തി മഹാറാണി ചോദിക്കുകയാണ്, വളരെ വിഷമത്തോടു കൂടി ചോദിക്കുകയാണ്, അങ്ങ് ശരിക്കും ഇന്ന് ഞങ്ങളെ വിട്ട് പോവാൻ പോവാണോ എന്ന് ചോദിക്കുക. പാവം, അങ്ങ് ശരിക്കും ഇവിടെ നിന്ന് പോകാൻ പോകുന്നു, ഞങ്ങളെ വിട്ട് പോകുന്നു, ഞങ്ങളെ വിട്ട് പോകാൻ പോവാണോ എന്ന് ചോദിക്കുകയാണ്. കുറേ മാസങ്ങളായിട്ട് ഭഗവാൻ കൂടെയുണ്ട്. വിഷമത്തോടു കൂടി കുന്തി മഹാറാണി പറയുകയാണ്, ശരിക്കും പോവാണോ ഇന്ന് ഞങ്ങളെ വിട്ട്? എന്നിട്ട് പറയുന്നു, പൂർണ്ണമായിട്ടും അങ്ങയെ ആശ്രയിച്ചിരിക്കുന്നു ഞങ്ങൾ, അങ്ങയുടെ കാരുണ്യത്തെ ആശ്രയിച്ചിരിക്കുന്നവരാണ് ഞങ്ങൾക്ക് വേറെ ആരുമില്ല ഞങ്ങൾക്ക്. യുദ്ധമെല്ലാം ചെയ്തു, അവസാനം രാജ്യം കിട്ടി. അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ശത്രുക്കളും ഉണ്ടാവും ഇപ്പോൾ. കാര്യം രാജാവും ആയി ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തു, ശത്രുക്കളും അതേപോലെ തന്നെ കൂടിയിട്ടുണ്ടാവും. ഞങ്ങളുടെ രക്ഷയ്ക്ക് ആരാണുള്ളത്? അങ്ങല്ലാതെ വേറെ ആരുമില്ല, അങ്ങ് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ആശ്രയം. പൂർണ്ണമായിട്ടും അങ്ങയെ ആശ്രയിച്ചിരിക്കുന്നു ഞങ്ങൾ. അങ്ങയുടെ മഹാകാരുണ്യത്തെ പൂർണ്ണമായിട്ടും ഞങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ശരിക്കും അങ്ങ് പോകാൻ പോവാണോ എന്ന് ചോദിക്കുകയാണ് പാവം കുന്തി മഹാറാണി വിഷമത്തോടുകൂടി. ശ്രീല പ്രഭുപാദി പറയുന്ന ഭാവാർത്ഥത്തിൽ പാണ്ഡവര് പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ചിട്ടുള്ളവരാണ്, സദാസമയം ഭഗവാനെ ആശ്രയിക്കുന്നവരാണ്. എന്നാൽ ഇവിടെ ഭൗതിക ലോകത്തിലെ ആളുകൾ എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആവാൻ നോക്കുവാണ്, അല്ലേ? എല്ലാവരും, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും എല്ലാവർക്കും ഇൻഡിപെൻഡൻ്റ് ആവണം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം. എന്ത് ഇൻഡിപെൻഡൻസ് ആണുള്ളത് നമുക്ക്? ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഇൻഡിപെൻഡൻസും ഇല്ല. നമ്മളെല്ലാം പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ചിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും 100% ആശ്രയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മഹാകാരുണ്യമില്ലാതെ നമുക്കൊന്നും സാധിക്കില്ല. അദ്ദേഹം വിചാരിക്കാതെ ശ്വാസം വലിക്കാൻ നമുക്ക് പറ്റുമോ? അദ്ദേഹം വിചാരിക്കാതെ നമുക്ക് സംസാരിക്കാനും നടക്കുവാനും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ആളുകൾ അത് മറക്കുന്നു. അപ്പോൾ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾക്ക് വരെ ഭഗവാനെ നമ്മൾ ആശ്രയിച്ചിരിക്കുന്നു. ഒന്നും നമ്മൾ തനിയെ ചെയ്യുന്നില്ല. അപ്പോൾ ഭഗവാനിൽ വിശ്വാസമില്ലാത്തവരും ശരിക്കും ഭഗവാനെ ആശ്രയിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും അവരുടെ നടക്കുന്നത്. ഭഗവാന് എതിരെ എന്തെങ്കിലും പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഭഗവാനെതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിലും അവിടെയും ഭഗവാന്റെ കാരുണ്യം ഇല്ലെങ്കിൽ അവർക്ക് ആ കാര്യം ചെയ്യാൻ സാധിക്കില്ല. നമ്മളെപ്പോഴും പറയുന്ന പോലെ ഒരു കള്ളന്
കക്കണമെങ്കിൽ ആ കക്കുവാനുള്ള സമ്മതം ഭഗവാന്റെ ഭാഗത്തുനിന്ന് ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിക്കില്ല. അതിന്റെ അർത്ഥം അദ്ദേഹം ഭഗവാൻ എല്ലാം തെറ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതല്ല. ആ വ്യക്തിയുടെ ആഗ്രഹം അതാണ്. വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നു, മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, അത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ അവര് സ്വന്തം കർമ്മം ചെയ്യേണ്ടി വരും. ആ കർമ്മത്തിന് ഫലമുണ്ടെങ്കിൽ അത് അനുഭവിക്കേണ്ടി വരും. അതാണ് ഈ ഭൗതിക ലോകത്തിലെ റൂൾ. അതാണ് ഇവിടുത്തെ റൂൾ. അതാണ് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് ഫലം നമ്മൾ തന്നെ അനുഭവിക്കണം, വേറെ ആരും വരില്ല അതിന്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഓരോ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും ഇതിന്റെ ഒരേ ഒരു കാരണം നമ്മൾ മാത്രമാണ്. ഇപ്പോൾ നമുക്ക് ചിലവർ ശത്രുക്കളായിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് ചിലവര് നമുക്ക് എതിരെയായിട്ടുള്ളവരുണ്ടാവും. നമുക്ക് വിരോധം തോന്നുന്നവരുണ്ടാവും. നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരും ചിന്തിക്കുന്നവരും ഉപദ്രവിക്കുന്നവരും ഒക്കെ ഉണ്ടാവും. അതിന് കാരണം ആരാണ്? അവരല്ല, നമ്മൾ തന്നെ. 100% നമ്മൾ തന്നെ. കാര്യം ഇതിനു മുമ്പുള്ള ജന്മങ്ങളിൽ ഒരുപക്ഷെ അവരെ നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും. ഒരു പക്ഷേ അല്ല, തീർച്ചയായിട്ടും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അത് തിരിച്ചു കിട്ടുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ അതിന്റെ അർത്ഥം നമുക്ക് ചിലപ്പോൾ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഒരു വ്യക്തി, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വ്യക്തി എന്തെങ്കിലും കാരണവശാല് അതിന്റെ അർത്ഥം അവരുടെ സംഘം കൂടി നമ്മൾ ഇരിക്കണം എന്നല്ല പറയുന്നത്. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളെപ്പോഴും പറയാറുള്ള പോലെ സിംഹത്തിലും ഭഗവാനെ കാണുന്നു. ഭഗവാന്റെ അംശമാണ് സിംഹമാണെങ്കിൽ പുലിയാണെങ്കിലും. അതിന്റെ അർത്ഥം നമ്മൾ സിംഹത്തെയും പുലിയെയും പാമ്പിനെയും പോയി ഒന്നും കെട്ടിപ്പിടിച്ചിരിക്കുന്നില്ലല്ലോ. നമ്മൾ വേണ്ട ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ അകലയിൽ നിന്ന് റെസ്പെക്ട് ചെയ്യുന്നു. അതേപോലെ ആരാണെങ്കിലും, ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും, എല്ലാവരും ശത്രു ആവുന്നതും മിത്രമാവുന്നതും ഒക്കെ ഇതിനൊക്കെ കാരണങ്ങളുണ്ട്. എല്ലാത്തിനും കാരണമുണ്ട്. നമ്മൾ തന്നെയാണ് ഇതിനെല്ലാത്തിനും. നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ തന്നെയാണ് എഴുതുന്നത്. അതായത് കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, കർമ്മം ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അതിന്റെ കൂടെ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഭഗവാൻ നോക്കിക്കോളും അതിൽ കാര്യം. പിന്നെ ഭഗവാൻ കൺട്രോളിൽ എടുക്കും. പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ കൺട്രോളിൽ പോകും. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും അദ്ദേഹം ഗൈഡ് ചെയ്ത് തരും നമുക്ക്. പിന്നെ അദ്ദേഹത്തിന്റെ കൺട്രോളിലായിരിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ കർമ്മമായിരിക്കും നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കുന്തി മഹാറാണിയും പാണ്ഡവരും ചെയ്തത് അതാണ് ഇവിടെ ശിലപ്രഭാജി പറയുന്നത്. രാവണനെ പോലുള്ളവര് അവര് സ്വന്തമായിട്ട് ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് വേണ്ടി സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് ഈ ലോകത്തിലെ നിയമങ്ങളെ അവര് നിയമങ്ങളെ തലതിരിച്ച് വെക്കാൻ ശ്രമിക്കുകയാണ്. അതായത് പലതും നടക്കാത്ത കാര്യങ്ങൾ നടത്തുവാൻ നോക്കുന്നു. പക്ഷെ വല്ല കാര്യമുണ്ടോ? നടക്കില്ല. രാവണന്റെ ഉദ്ദേശം സ്വർഗലോകത്തിലേക്ക് സ്റ്റെയർ കേസ് ഉണ്ടാക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. ഹിരണ്യകശിപുവിന്റെ ആഗ്രഹം ലോകം മുഴുവനും വിഷ്ണുവിന്റെ സ്ഥാനം അദ്ദേഹത്തിന് വേണമെന്നായിരുന്നു. വല്ലതും നടക്കുമോ? ഇല്ല. ഒരു പരിധിക്ക് അപ്പുറം ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം പരമദിവ്യോത്തമ പുരുഷൻ അവിടെയുണ്ട്. ചിലവർ വിചാരിക്കും നമ്മൾ ഒരുപാട് സക്സസ്ഫുൾ ആയി ഭൗതിക ലോകത്തിൽ. പക്ഷേ സക്സസ് എന്താണ്, ശരിയായിട്ടുള്ള സക്സസ് എന്താണെന്ന് അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. ഇവിടെ ശിലപ്രഭാജി പറയുന്നു, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സക്സസ് എന്ന് പറയുന്നത് എന്താണ്? പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിക്കുക എന്നുള്ളത്. ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് 100% ഭഗവാനെ ആശ്രയിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ സക്സസ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അത് നേടാൻ നോക്കുന്നു, ഇത് നേടാൻ നോക്കുന്നു, ഒരു കാര്യവും ഇല്ല, എവിടെയും എത്തില്ല. ഇതൊക്കെ നമ്മൾ ഒരു ദിവസം അവിടെ അവസാനിപ്പിച്ച് പോകേണ്ടതാണ്. അതാണ് ഇവിടെ കുന്തി മഹാറാണി പറയുന്നു. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് പറയുന്നു ശിലപ്രഭാജി. എന്താണെന്ന് വെച്ചാൽ, പാണ്ഡവർക്ക് കഴിവില്ലാത്തവരായിരുന്നില്ല. അവര് അർജുനനെ പോലെ വേറൊരു വ്യക്തി ഉണ്ടായിരുന്നില്ല. യുധിഷ്ഠിര മഹാരാജനെ പോലെ സത്യസന്ധനായിട്ടുള്ള വേറെ ആളില്ല. ഭീമനെ പോലെ ശക്തിശാലിയായിട്ടുള്ള വേറെ ആളില്ല. ഇവരെല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്, അല്ലെ? നമുക്കറിയാം, അത്രയും പ്രഗത്ഭരായിട്ടുള്ളവരാണ്
എല്ലാം കൊണ്ടും ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികളാണ് ഇവരെല്ലാവരും. പക്ഷെ എന്നാലും അവര് ഭഗവാനെ മറക്കുന്നില്ല. എന്തൊക്കെ യോഗ്യതകൾ അവർക്കുണ്ടെങ്കിലും അവർ 100% ഭഗവാനെ ആശ്രയിച്ചിരിക്കുകയാണ്. നമുക്കൊക്കെ സംഭവിക്കുന്നത് എന്താണ്? നമുക്ക് ചെറിയൊരു സുഖവും സമാധാനവും ജീവിതത്തിൽ കിട്ടുമ്പോൾ നമ്മൾ ഭഗവാനെ മറക്കുന്നു. പ്രശ്നങ്ങൾ വരുമ്പോൾ ഭഗവാനെ ആശ്രയിക്കാൻ നോക്കുന്നു, ഭഗവാനെ ഓർക്കുന്നു. പ്രശ്നങ്ങളില്ലാത്ത സമയത്ത് ഭഗവാനെ മറക്കുന്നു. അപ്പൊ പിന്നെ സമയമില്ല, നാമം ജപിക്കാൻ സമയമില്ല, ആ ചിന്തയിലേ വരില്ല ഭഗവാൻ. സത്യമാണത്. അതുകൊണ്ട് തന്നെയാണ് ഭൗതിക ലോകം ഭഗവാൻ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓർക്കാനുള്ള അവസരം നിന്നിരിക്കുകയാണ്, ഇല്ലെങ്കിൽ നമ്മൾ മറക്കും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് സ്വർഗലോകത്തിലെ ദേവന്മാര് പോലും ആഗ്രഹിക്കുന്നു ഇവിടെ ഈ മർത്യലോകത്തിൽ ജനിക്കാൻ വേണ്ടി. കാര്യം എന്താണ്? അവിടെ സുഖം മാത്രമേ ഉള്ളൂ. സുഖം കൂടി 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 ഭഗവാനെ മറക്കുന്നു, ഭഗവാനെ ഓർക്കാൻ സമയമില്ല. എന്നാൽ ഇവിടെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓർത്തു പോകുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിൽ നോക്കുവാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ നല്ലതാണ്. നമ്മളെ കൂടുതൽ ഭഗവാനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി നമുക്ക് തരുന്ന ഓരോ ഉപാധിയായിട്ട് എടുക്കുക, അത് ഓരോ നല്ല കാര്യമായിട്ട് എടുക്കുക. ചിലവർക്ക് അസുഖങ്ങളായിരിക്കാം ജീവിതത്തിലുള്ളത്, ചിലവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, ചിലവർക്ക് ബന്ധങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കാം. പല രീതിയിലായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പക്ഷെ ഇതെല്ലാം ഭഗവാനിലേക്ക് എത്തുവാനുള്ള മാർഗങ്ങളാണ്. അതായത് ഭഗവാനെ ആശ്രയിക്കാനുള്ള ഒരു അവസരം ഇട്ട് തരുവാണ് നമുക്ക്. അതാണ്. അപ്പോൾ ഇവിടെ കുന്തി മഹാറാണി അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇവരെ എല്ലാം നേടി, രാജ്യം നേടി, യുദ്ധം ജയിച്ചു, ലോകം മുഴുവനും ഭരിക്കാൻ പോകുന്നു. ലോകം മുഴുവനും ഭരിക്കുന്ന രാജാവായി യുധിഷ്ഠിര മഹാരാജാവ്. അങ്ങനെയുള്ള കുടുംബത്തിലെ പാണ്ഡവര്, അങ്ങനെ ആ പാണ്ഡവരും ആ കുന്തി മഹാറാണിയുമാണ് പറയുന്നത്. ലോകം ഭരിക്കുന്ന യുധിഷ്ഠിര മഹാരാജാവിന്റെ അമ്മയാണ് കുന്തി മഹാറാണി. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പൊസിഷനാണ് ആ അമ്മയ്ക്കുള്ളത്. പക്ഷെ എന്നാലും ആ അമ്മ പറയുന്നത് എന്താണ്? ഞങ്ങളെ വിട്ട് പോവാണോ എന്നാ ചോദിക്കുന്നത്. അങ്ങ് ഞങ്ങളെ വിട്ട് പോകുന്നോ? ശരിക്കും പോണോ? ഞങ്ങളുടെ കൂടെ നിന്നൂടെ ചോദിക്കുന്നു. കാരണം ഞങ്ങൾക്ക് അങ്ങില്ലാതെ വേറെ ആരുമില്ല, പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിക്കുന്നു. ഇതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ മഹാഭക്തര്. അതുകൊണ്ട് ഇവരെ മഹാത്മാക്കൾ എന്ന് വിളിക്കുന്നു. പാണ്ഡവരെല്ലാവരും മഹാത്മാക്കളാണെന്ന് ഇവിടെ പറയുന്നു ശ്രീല പ്രഭുപാദി. ഈ മഹാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശുദ്ധ ഭക്തര്, പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിക്കുന്നവര്. അതുകൊണ്ട് നമ്മൾ ഇവിടെ അനാഥ. നമുക്ക് അനാഥനാവണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് എല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും. ഭഗവാനെ ആശ്രയിക്കാത്തവരാണ് അനാഥര്, ശരിക്കും അനാഥര്. നമ്മൾ പറയുന്ന അനാഥര് ആരുമില്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഭഗവാനെ ആശ്രയിക്കാതിരിക്കുമ്പോഴാണ് ശരിക്കും അനാഥരാണ്. എന്നാൽ നമ്മൾ സനാതനാണ് എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഭഗവാനെ ആശ്രയിക്കുന്നു. അപ്പൊ നമുക്ക് സനാതനായാൽ മതി, അനാഥരാവണ്ട. ഒരുപാട് കാലങ്ങൾ നമ്മൾ അനാഥരായിട്ടിരിക്കുകയാണ്. കാര്യം നമ്മുടെ ഇന്ദ്രിയ സ്വഭാവങ്ങളുടെ പുറകിൽ ഓടി ഓടി ഭഗവാനെ മറന്ന് സ്വന്തമായിട്ട് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നടക്കാൻ കുറെ ശ്രമിച്ചു. അപ്പൊ നമ്മൾ അനാഥ പ്രേതങ്ങളെ പോലെ ഇങ്ങനെ കുറെ കാലങ്ങൾ നടന്നു, ഇപ്പോഴും നടക്കുന്നു. ഇനി നമുക്ക് സമയമില്ല. അപ്പൊ ഇനിയെങ്കിലും ഓർത്ത് ഇതേപോലുള്ള ഉദാഹരണങ്ങൾ ശാസ്ത്രങ്ങളിൽ പറയുന്നത് വേറൊന്നിനുമല്ല, നമ്മളെ നമുക്ക് കാണിച്ചു തരുവാണ്. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിക്കൊണ്ടുവരേണ്ടത്. ഇവരൊക്കെയാണ് നമ്മുടെ ഉദാഹരണങ്ങൾ. അപ്പൊ ഭഗവാന്റെ ഭക്തർക്ക് ഭഗവാനെ പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല. ഇവിടെ കുന്തി മഹാറാണി അതാണ് പറയുന്നത്. കുന്തി മഹാറാണിക്ക് ഭഗവാനെ പിരിയുക എന്ന് പറയുന്നത് വജ്രായുധം വന്ന് അടിക്കുന്ന പോലെയാണ്, ഇടിവെട്ട് തലയിൽ അടിക്കുന്ന പോലെയാണ് തോന്നുന്നത്. പിരിയാനുള്ള ആ ഒരു വിഷമം വരുന്നത്. ഒരു മത്സ്യത്തെ വെള്ളത്തിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ എത്രമാത്രം പെടയുന്നു ആ മത്സ്യം, അതേപോലെ വിങ്ങലാണ് ഇവർക്ക്. ഭഗവാന്റെ ശുദ്ധ ഭക്തരുടെ മനസ്സിൽ എപ്പോഴും അങ്ങനെയുള്ള ചിന്തയായിരിക്കും. ഭഗവാനെ പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല അവർക്ക്. ഇതൊക്കെയാണ് ഒരു ശുദ്ധഭക്തരുടെ ക്വാളിറ്റീസ്, അല്ലെങ്കിൽ ശുദ്ധഭക്തരുടെ ലക്ഷണങ്ങൾ ഇതൊക്കെയാണ്. കുന്തി മഹാറാണിയും പാണ്ഡവരും ഈ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു എങ്ങനെയാണ് നമ്മൾ
ദിശയിലേക്കാണ് നമ്മൾ വളരേണ്ടത്, നീങ്ങേണ്ടത് എന്ന്. അപ്പോൾ അതിനുള്ള മാർഗം ആദ്യം പറഞ്ഞു, ശ്രവണം, കീർത്തനം, സ്മരണം. അതേപോലെ തന്നെ പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിക്കുക. ഭഗവാനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊന്നും വേണ്ട. എല്ലാം അദ്ദേഹത്തെ ആശ്രയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവിധ ഭൗതിക ക്ലേശങ്ങളിൽ നിന്നും, ഭൗതിക ഈ ഭവസാഗരത്തിൻ്റെ പിടിയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. ഇല്ലാത്ത പക്ഷം നമ്മൾ ഭഗവാനെ ആശ്രയിച്ചില്ലെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കും. ഇവിടെ തന്നെ ഇരിക്കുന്നു മാത്രമല്ല, കൂടുതൽ കൂടുതൽ അന്ധകാരത്തിലേക്ക് നമ്മൾ പോകും. ഇനി നമുക്ക് അവിടേക്ക് പോകണ്ട. ഒരുപാട് നമ്മൾ അവിടെ ഇരുന്നിട്ടുണ്ട്. ഇനി നമ്മൾ അവിടെ നിന്ന് പുറത്തു വരേണ്ട സമയമായി. പുറത്തു വരാനുള്ള മാർഗത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാല് വെച്ചു കഴിഞ്ഞു. ആദ്യത്തെ കുറച്ച് സ്റ്റെപ്പുകൾ നമ്മൾ വെച്ചു കഴിഞ്ഞു. ഇനി അത് മുഴുവൻ നടന്ന് തീർക്കണം. ശ്രീലപ്രഭാജിയെ പോലുള്ള മഹാ ഗുരുജനങ്ങളിൽ നിന്ന് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ട് അവർ പറയുന്നത് അനുസരിച്ച് അവരുടെ പാത പിന്തുടർന്നുകൊണ്ട് നമ്മൾ നടന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭവസാഗരം വളരെ ഈസി ആയിട്ട്, വത്സപദം പോലെ നമ്മൾ പറയുന്ന പോലെ, ഒരു പശുക്കുട്ടിയുടെ പശുക്കുട്ടി കാല് വെച്ച് കഴിഞ്ഞാൽ ആ ചെറിയൊരു ഭാഗത്ത് എത്രമാത്രം വെള്ളം ഉണ്ടാവും? കുറച്ചേ ഉണ്ടാവുള്ളൂ അല്ലേ? വളരെ ഈസി ആയിട്ട് നമുക്കത് ക്രോസ് ചെയ്യാൻ സാധിക്കും. ചാടേണ്ട ആവശ്യം കൂടില്ല, കാലെടുത്ത് വെച്ചാൽ മതി. അതേപോലെ ഈ മഹാസാഗരമായിട്ടുള്ള ഭവസാഗരം നമുക്ക് നീന്തി കിടക്കാൻ സാധിക്കും. നീന്തേണ്ട ആവശ്യം പോലുമില്ല, നമ്മളെ ഭഗവാൻ എടുത്ത് കൊണ്ടുപോകും. എയർ ലിഫ്റ്റ് ചെയ്യും. എയർ ലിഫ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. എയർ ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെലികോപ്റ്ററിൽ വന്നിട്ട് ചില സിറ്റുവേഷൻസിൽ, എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ ആർമിയും നേവിയും എയർഫോഴ്സൊക്കെ നമ്മൾ ആൾക്കാരെ രക്ഷിക്കുന്നത് അങ്ങനെയാണ്. ഹെലികോപ്റ്ററിൽ വന്നിട്ട് ആളുകളെ പിക്ക് ചെയ്ത് കൊണ്ടുപോകും, രക്ഷിക്കും. അപ്പോൾ അതേപോലെ ഭഗവാൻ വന്ന് എയർ ലിഫ്റ്റ് ചെയ്യും. ഗോലോക വൃന്ദാവനത്തിലെ വിമാനമായിട്ട് വരും. സാധാരണ ഹെലികോപ്റ്റർ അല്ല, എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ അല്ല, ഗോലോക വൃന്ദാവനത്തിലെ ആ വിമാനമായിട്ട് വന്ന് നമ്മളെ എയർ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം की जय, जगतगुरु शिला प्रभुपाद की जय, इस्कॉन गुरु वृंद की जय, समवेद गौर भक्त वृंद की जय, गौड़ीय गुरु वृंद की जय. वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. ഹരേ കൃഷ്ണ. എല്ലാവരോടും നന്ദി പറയുന്നു. പ്രണാമം. താങ്ക് യു.